ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ബീഫ് കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 8 ബീഫ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങനീര്, മല്ലിയില ഇതൊക്കെ ഇടണം. അപ്പം നാരങ്ങനീര് അരിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുരും കാര്യങ്ങളൊന്നും പെടത്തില്ല. അപ്പം അരിച്ചിട്ട് തന്നെ ഇടുക. അതിന് ശേഷം നമ്മൾ മല്ലിയില ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിലിട്ടിട്ട് നന്നായി മിക്സിയിൽ അരയ്ക്കുക. അപ്പോൾ ഒരു ഗ്രീൻ മസാലയാണ് റെഡി ആവുക. ഗ്രീൻ റെഡ് ആക്കണമെങ്കിൽ ഒരൽപ്പം കാശ്മീരി ചില്ലിയോ ഇട്ടാൽ മതി, അത് റെഡ് മസാലയാവും. ഇനി ഒന്നും കൂടി ഇതാവണമെങ്കിൽ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ മീറ്റ് മസാല ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നേച്ചുറലായിട്ടുള്ളൊരു മസാലയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അത്രത്തോളം തന്നെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ബീഫിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മുമ്പേ ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി പിടിച്ചിട്ടുള്ള ബീഫാണ്. ഇനി നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിന് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഒരു ക്യാപ്സിക്കം ഇടുക. അതിന് ശേഷം ഒരു ബീഫ് കഷ്ണം, അങ്ങനെ 4 പീസ് വെച്ചിട്ടാണ് ഒരു കമ്പിയുമ്പോൾ കോർത്ത് വയ്ക്കുന്നത്. അപ്പോൾ 4 ക്യാപ്സിക്കും ബീഫും സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ മസാല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ഒരു 3/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യും. ഞാനിപ്പോൾ ആ ബർണറിൻ്റെ സൈഡിലുള്ള ആ സംഭവം എടുത്ത് മാറ്റി അത് തിരിച്ച് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് പറഞ്ഞാൽ ഈർക്കിളിയിലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈർക്കിളിയിലും കൂടെ വയ്ക്കുന്നുണ്ട്. ഈർക്കിളി നല്ല ബലമുള്ള ഈർക്കിളി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം ബലമുള്ള ഈർക്കിളിയാണ് എടുത്തത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ കോർത്തതിന് ശേഷം ഈ ബാക്കി വന്ന കുറച്ച് മസാലയുണ്ട്. ആ മസാലയിൽ ഒരല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു കുറച്ച് ലൂസ് ചെയ്തെടുക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ മറ്റേത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ ലൂസ് ചെയ്തെടുത്ത മസാല ഇതിൻ്റെ മുകളിലിടയ്ക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടൈപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഡ്രൈയും ഒന്ന് ജ്യൂസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ജ്യൂസി ആയിട്ടുള്ളതിനാണ് നമ്മൾ ഈ ഓയിലൊക്കെ ഒഴിച്ച മസാല നമ്മൾ ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടായിരിക്കും. കാരണം ഇതുപോലെ ഇരിക്കും അപ്ലൈ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ. ഇങ്ങനെ തീ ഇങ്ങനെ ആടും. അത് വേറൊന്നല്ല, അതിൻ്റെ നെയ്യും ഓയിലും അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് സംഭവം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി. അപ്പോൾ നിങ്ങൾ ഒരു 3/4 മണിക്കൂറെങ്കിലും വേവിക്കാൻ ശേഷം വെന്തതിന് ശേഷം മാത്രം എടുക്കുക. വെന്തില്ലെങ്കിൽ പണി പാടും. ഇതാണ് നമ്മുടെ സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.